അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബിയദിക അല്ലത്തി ലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശവ്വാല് മാസത്തിൻ്റെ ഈ ആദ്യ ആഴ്ചയിൽ നമ്മൾ കാണുന്ന ഏറ്റവും സന്തോഷകരവും നയനമനോഹരവുമായ ഒരു കാഴ്ചയാണ് മദ്രസകളിലേക്ക് നമ്മളെ കുട്ടികൾ പുതിയതായിട്ട് ചേരാൻ എത്തുകയും കഴിഞ്ഞ റമദാനിലൊരു മാസം ഔദ്യോഗികമായി ലീവ് കഴിഞ്ഞ് മദ്രസ തുറക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതി, ഒരു നല്ല ഒരു അവസ്ഥ നമ്മുടെ കുട്ടികളിലും രക്ഷിതാക്കളിലുമൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെ കാരണം? മതവിദ്യാഭ്യാസത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു, വലിയ സാമ്പത്തികം നമ്മളതിനു വേണ്ടി ചെലവഴിക്കുന്നു. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മതവിദ്യ അഭ്യസിക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങൾ, മദ്രസകൾ, ദർസുകൾ, അറബി കോളേജുകൾ എല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഉപകാരപ്പെടുന്ന വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് ഈ ഉപകാരപ്പെടുന്ന വിജ്ഞാനങ്ങൾ എന്ന് പറയുന്നത്? ഉപകാരപ്പെടുന്ന വിജ്ഞാനങ്ങൾ മുസ്ലിം മരണപ്പെട്ടാലും അവൻ്റെ ഖബറിലേക്ക് എത്തുന്ന ഒരു പുണ്യമലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അത് മനുഷ്യൻ മരണപ്പെട്ടാലും അവനിക്കതിൻ്റെ ആ ഒരു ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ആ വിജ്ഞാനത്തിനുള്ള ഒരു നേട്ടം, വിജ്ഞാനത്തിലൂടെ തസ്കിയത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അഥവാ ആത്മശുദ്ധി കൈവരിക്കുന്നതിനുള്ള വൈജ്ഞാനിക വിപ്ലവമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മതം അറിവ് പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലാഹു തആല അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. തസ്കിയത്ത് അത് ഉള്ളവർക്ക് മാത്രമാണ് വിജയം. വേറായത്തിൽ പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ ദസ്സഹ. അവിടെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തസ്കിയത്തുള്ളവർക്കാണ് വിജയം, അല്ലാത്തവർക്ക് പരാജയമാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യകൾ, 1-ാം ക്ലാസ്സിൽ കുട്ടി പഠിക്കുന്ന ആദ്യത്തെ ഒരു സന്ദേശം അദബാണ്. എന്താണ് അദബിനുത്തര ഒരു പ്രോത്സാഹനം, അല്ലെങ്കിൽ എത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നത്? അത് അദബ് എന്ന് പറയുന്ന ആ ഒരു 3 അക്ഷരമല്ലാതെ അത് ആ കുട്ടി പഠിക്കുന്ന, എത്ര കാലം ആ കുട്ടി പഠിക്കുന്നു, അതിൻ്റെ ആകത്തുകയുള്ള അതിൻ്റെ ഒരു ചെറിയ ഒരു ലഘുവായിട്ടുള്ളൊരു സന്ദേശം മാത്രമേ ഉള്ളൂ.
വിശാലമായി ഓരോ അലിഫും ഓരോ ദാലും ഓരോ ബാവും വിശദീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള ഒരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ അദബ്, മര്യാദ, ചിട്ട, ഇങ്ങനെയൊക്കെ അതിന് പേരിട്ടിട്ട് നമ്മൾ പറയുന്നു. കേവലം ആ കുട്ടിക്ക് മര്യാദ പഠിപ്പിക്കാൻ ആ ക്ലാസ്സിൽ നമ്മളെ കൊണ്ട് എത്രത്തോളം പറ്റും എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവരത് പഠിപ്പിക്കേണ്ട ഒരു സമയമാണോ? അല്ല, അത് വലിയ സന്ദേശമാണ്. അവരുടെ മനസ്സുകളിലേക്ക്, അവരുടെ ശുദ്ധമായ ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന ഒരു മാധുര്യമാണത്. ഒരു ആത്മീയതയുടെ ഒരു മാധുര്യമാണ് അദബ് എന്ന് പറയുന്നത്. അദബാണ് പിന്നെ ആ കുട്ടിയെ നല്ല വഴിയിലേക്ക് നയിക്കാൻ പ്രാപ്തനാക്കുന്നതിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് അദബാണ്. അത് ആ കുട്ടി മുതിർന്ന ആളാകുമ്പോഴും ആ കുട്ടി വലിയ ആളാകുമ്പോഴും ആ കുട്ടിയുടെ ഈ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ നിഴലിച്ച് കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മീയതയിൽ ഊന്നിയ വിജ്ഞാനം, ആ വിജ്ഞാനത്തിൻ്റെ പ്രസരണമാണ് മദ്രസകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം ഒരു മാർക്ക് വാങ്ങൽ, ടോപ്പ് പ്ലസ് നേടൽ, അതിൻ്റെ പേരിൽ കുറേ സമ്മാനങ്ങൾ നേടിയെടുക്കൽ എന്നതാവരുത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ, നമ്മുടെ പഠനത്തിൻ്റെ ഒരു ലാഭം. അതാകരുത്. അതാകുമ്പോൾ അതിനൊരു കാര്യവുമില്ലാതെ അങ്ങനെ ഒരു കുട്ടി മദ്രസയിൽ പഠിച്ച് കൃത്യമായി പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു വ്യക്തിയായിട്ട്, നല്ലൊരു മനസ്സുള്ള ഒരു പൗരനായിട്ട്, ഒന്നും കൂടെ പറഞ്ഞാൽ നല്ലൊരു കുടുംബനാഥനായിട്ട്, നല്ലൊരു ഭർത്താവായിട്ട്, നല്ലൊരു പിതാവായിട്ട്, നല്ലൊരു ഭാര്യയായിട്ട്, നല്ലൊരു കുടുംബനാഥയായിട്ട്, നല്ലൊരു മകളായിട്ട്, നല്ലൊരു മകനായിട്ട്, നല്ലൊരു മരുമകനായിട്ട്, നല്ലൊരു മരുമകളായിട്ട്, നല്ലൊരു വിദ്യാർത്ഥിയായിട്ട്, നല്ലൊരു ഗുരുനാഥനായിട്ട്, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായിട്ട്, നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട്, നല്ലൊരു അയൽവാസിയായി, നല്ലൊരു കുടുംബക്കാരനായി, നല്ലൊരു നാട്ടുകാരനായി, നല്ലൊരു യാത്രക്കാരനായി, നല്ലൊരു തൊഴിലാളിയായി, നല്ലൊരു മുതലാളിയായി, ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുന്ന വൈജ്ഞാനികമായ സന്ദേശങ്ങൾ 1 മുതൽ 12 ക്ലാസ്സുകളിൽ അവൻ പഠിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു സിലബസ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. അത് 2 കൈയും നീട്ടി സ്വീകരിച്ചു നമ്മുടെ സമൂഹം. അതുകൊണ്ട് അങ്ങനെ ആ സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ സമൂഹം രക്ഷപ്പെടുന്നു, നമ്മുടെ സമൂഹം, നമ്മുടെ കുട്ടികൾ നല്ലവരാകുന്നു, നമ്മുടെ കുട്ടികൾ വേണ്ടാത്തരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ നമുക്കാക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഒരു പണ്ഡിത സമൂഹവും ഉലമാക്കളും ഉമറാക്കളുമൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ ഒരു മഹിതമായ മദ്രസ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പുതുതായി വരുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.